തീരത്ത് തോട്ടപ്പള്ളിക്ക് സമീപം ചരക്ക് കപ്പൽ മറിഞ്ഞുണ്ടായ അപകടം പ്രത്യേക സംസ്ഥാന ദുരന്തമായി കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പലാണ് മെയ് 24-ന് കേരള തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിലും കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അപകടം നടന്നയുടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളിൽ രാസപദാർത്ഥങ്ങളും പാരിസ്ഥിതിക പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന വസ്തുക്കളും ഉൾപ്പെടുന്നു എന്നതിനാലായിരുന്നു മുന്നറിയിപ്പ്. 296 കണ്ടെയ്നറുകളാണ് ഡെക്കിലുണ്ടായിരുന്നത്. ഇതിൽ 5 എണ്ണത്തിൽ ജലസമ്പർക്കം ഉണ്ടായാൽ തീപിടിക്കാൻ സാധ്യതയുള്ള 4.3 വിഭാഗത്തിലുള്ള ചരക്കുകളായിരുന്നു. 367 ടൺ ഹെവി ഫ്യൂവൽ ഓയിൽ, 64 ടൺ ഡീസൽ, 65 മുതൽ 70 കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ, ഏകദേശം 340 ടൺ കാൽസ്യം കാർബൈഡ്, റബ്ബർ കെമിക്കൽ തുടങ്ങിയ വസ്തുക്കൾ കപ്പലിലുണ്ടായിരുന്നു. ഇവ തീരത്തടിയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടായി. തീരത്തണയുന്ന വസ്തുക്കൾക്ക് സമീപം ചെല്ലരുത്, കൈകാര്യം ചെയ്യരുത് എന്നിങ്ങനെ വിവിധ മുന്നറിയിപ്പുകളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വസ്തുക്കളും കണ്ടെയ്നർ അവശിഷ്ടങ്ങളും വിവിധ തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ വന്ന് അടിയുകയും ചെയ്തു. ഈ അപകടം നടന്നയുടൻ സംസ്ഥാന ദുരന്ത നിവാരണ, റവന്യൂ വകുപ്പുകളും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഫലപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തീരത്തണഞ്ഞ രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിച്ചു. ഈ പശ്ചാത്തലത്തിൽ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക, സാമൂഹ്യ, സാമ്പത്തിക ആഘാതം കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. തീരദേശത്ത് മത്സ്യബന്ധനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ജനവിഭാഗത്തെയാണ് ഈ അപകടം പ്രധാനമായും ബാധിച്ചത്. ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്ന നിർദ്ദേശം നിരവധി കുടുംബങ്ങളുടെ ജീവനോപാധിയാണ് താൽക്കാലികമായി തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഓരോ പ്രശ്നത്തെയും അവധാനതയോടെയും ഓരോ ജനവിഭാഗത്തെയും കരുതലോടെയും സമീപിക്കുന്ന സർക്കാർ അവർക്കുള്ള പ്രത്യേക സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഓരോന്നിനും താൽക്കാലിക ആശ്വാസമായി 1000 രൂപ വീതവും 6 കിലോഗ്രാം വീതം സൗജന്യ അരിയും നൽകുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചത്. പ്രകൃതി ദുരന്തങ്ങളോട് 2 സർക്കാരുകൾക്കുള്ള വ്യത്യസ്തമായ സമീപനങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ് ഈ തീരുമാനങ്ങളിലൂടെ. കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തോട് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനവുമായി താരതമ്യം ചെയ്താൽ ഇരു സർക്കാരുകളുടെയും നിലപാടുകളുടെ വ്യത്യാസം ബോധ്യപ്പെടുന്നതാണ്. ചൂരൽമലയിലെ ദുരിതബാധിതരോടും ഇപ്പോൾ തീരപ്രദേശത്തെ ദുരിതബാധിതരോടും കാരുണ്യത്തിന്റെ കൈത്താങ്ങുയർത്തുകയാണ് കേരള സർക്കാർ ചെയ്തതെങ്കിൽ തികച്ചും പ്രതിഷേധാർഹവും വിവേചനപരവുമായ സമീപനമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത്. 2024 ജൂലൈ 30-ന് ദുരന്തമുണ്ടായതിന്റെ അടുത്തയാഴ്ച തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച് സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ അത് ഉണ്ടായില്ല. ഓരോ വർഷവും ദുരന്തങ്ങൾ നേരിടുന്നതിനും നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നിയമപ്രകാരം ലഭിക്കേണ്ട തുക അനുവദിക്കുക മാത്രമാണ് ചെയ്തത്. അതുതന്നെ ഹെലികോപ്റ്റർ അയച്ചതിന്റെ വാടക തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെ സമീപനങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കേന്ദ്രം സഹായിക്കുന്നില്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ സഹായം ലഭ്യമാകുന്നതിനായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും അതിന് സന്നദ്ധമായില്ല. ദുരന്തം നടന്ന 5 മാസം കഴിഞ്ഞ് അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തുകയായിരുന്നു. എന്നിട്ടും അധിക സഹായം നൽകുന്നതിന് മനസ്സുണ്ടായില്ലെന്ന് മാത്രമല്ല, ഫെബ്രുവരിയിൽ 16 പദ്ധതികൾക്കായി 529.50 കോടി വായ്പയായി അനുവദിക്കുകയാണ് ചെയ്തത്. 16 പദ്ധതികൾക്കുള്ള പ്രസ്തുത തുക മാർച്ച് 31-നകം ചിലവിടണമെന്നുൾപ്പെടെ കർശന ഉപാധിയും മുന്നോട്ട് വെച്ചു. ഇതിനെതിരെ കോടതിയെ സമീപിച്ചാണ് സംസ്ഥാന സർക്കാർ വ്യവസ്ഥയിൽ ഇളവ് നേടിയെടുത്തത്. പ്രകൃതി ദുരന്തങ്ങളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഭിന്നമായ സമീപനങ്ങളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒന്ന്, കാരുണ്യ മനോഭാവത്തെ അടയാളപ്പെടുത്തുകയും ജനപക്ഷത്തു നിൽക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്രത്തിൻ്റെത് വിവേചനം നിറഞ്ഞതും ജനവിരുദ്ധ പക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലെല്ലാമാണ് LDF സർക്കാരിന്റെ ബദൽ നയങ്ങൾ തിളക്കമാർന്നു നിൽക്കുന്നത്.